വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ഫസ്റ്റ് സെമിസ്റ്ററിലെ ഇൻട്രൊഡ്യൂസിങ് ലിറ്ററേച്ചറിലെ ഒന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. നമ്മളിവിടെ നിങ്ങൾക്ക് നോട്ട്സായിട്ടുകൂടി ഉപയോഗിക്കാൻ കഴിയാവുന്ന അതിലെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്സും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. പാർട്ട് 1, സിൻടാക്സ് ഓഫ് ലാംഗ്വേജ്. Literary language differs from scientific and ordinary languages in its creative and imaginative use. നമുക്കറിയാം, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഭാഷയല്ല സാഹിത്യത്തിൽ ഉപയോഗിക്കപ്പെടുന്നത്. ഉദാഹരണത്തിന് നമ്മൾ സാധാരണ പറയുന്നത് എനിക്ക് അവനെ ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്ക് അവളെ ഇഷ്ടമാണ് എന്നൊക്കെ ആണെങ്കിൽ സാഹിത്യത്തിൽ ഒരുപക്ഷെ ഇഷ്ടമാണ് എനിക്ക് അവനെ അല്ലെങ്കിൽ ഇഷ്ടമാണ് എനിക്ക് അവളെ എന്ന് തിരിച്ചായിരിക്കും പറയുക. ആ രീതിയിൽ സാഹിത്യത്തിൽ ഭാഷ ഉപയോഗിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. റൈറ്റേഴ്സ് ഇന്നോവേറ്റ് വിത്ത് ലാംഗ്വേജ് എക്സ്പ്ലോറിങ് ഇറ്റ്സ് പോസിബിലിറ്റീസ് ടു കൺവേ കോംപ്ലക്സ് ഇമോഷൻസ്. ഈ രീതിയിൽ ഈ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുത്തുകാർ ഭാഷയിൽ ചില മാറ്റങ്ങൾ വരുത്തും. അത്തരത്തിലുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ നോക്കാനുള്ളത്. ലിറ്റററി ടെക്നിക്സ്, ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെർബ്സ്. നമുക്ക് ആദ്യം നോക്കാനുള്ളത് രണ്ട് തരത്തിലുള്ള വെർബുകളെ കുറിച്ചിട്ടാണ്. വെർബ്സ് ഡിനോട്ട് ആക്ഷൻ. വെർബ് എന്താണെന്ന് നമുക്കറിയാം, ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. ഉദാഹരണത്തിന് റണ്ണ്, ജമ്പ്, റീഡ്, റൈറ്റ് തുടങ്ങിയിട്ടുള്ള വാക്കുകൾ. ട്രാൻസിറ്റീവ് വെർബ്സ് ഹാവ് ഒബ്ജക്ട്സ് ടു ഗീവ് ഡീറ്റെയിൽസ് അബൌട്ട് ദി ആക്ഷൻ, വാട്ട് ഓർ ഹൗ. ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ ആ സെൻറ്റൻസിനകത്ത് ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും, അതായത് ആ വെർബിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ നമുക്കുണ്ടായിരിക്കും. അതിൻ്റെ ഉദാഹരണത്തിന് വാട്ട്, ഹൗ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് നമുക്കവിടെ ഉത്തരം ഉണ്ടായിരിക്കും. എക്സാമ്പിൾ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. മേരി ഏറ്റ് എ ബിസ്ക്കറ്റ്. മേരി ഒരു ബിസ്ക്കറ്റ് കഴിച്ചു എന്ന് പറഞ്ഞ സെൻറ്റൻസിനകത്ത് മേരി എന്താണ് കഴിച്ചതെന്ന് അവിടെ പറയുന്നുണ്ട്. ആ ബിസ്ക്കറ്റ് എന്നുള്ളത് അവിടെ ഒബ്ജക്റ്റാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്കൊരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ഈ വെർബിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ലഭിക്കുന്ന സെൻറ്റൻസുകളാണ് നമ്മൾക്ക് ട്രാൻസിറ്റീവ് വെർബിൽ വരുന്നത്. ഇനി ഇൻട്രാൻസിറ്റീവ് വെർബിനകത്ത് നമുക്ക് വരുന്നത് ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കില്ല. ഡോണ്ട് ടേക്ക് എൻ ഒബ്ജക്റ്റ്. ഉദാഹരണത്തിന് ഹി വോക്ക്ഡ്, അവൻ നടന്നു എന്ന് പറയുന്ന ഒരു സെൻറ്റൻസിനകത്ത് എങ്ങോട്ടാണ് നടന്നത്, പതുക്കെയാണോ സ്പീഡിലാണോ നടന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. ആ രീതിയിൽ വാട്ട്, ഹൗ എന്ന ചോദ്യങ്ങൾക്കുള്ള എക്സ്പ്ലനേഷൻ അവിടെ വരുന്നുണ്ടെങ്കിൽ അതാണ് ട്രാൻസിറ്റീവ് വെർബ്. അത് വരുന്നില്ലെങ്കിൽ അതാണ് ഇൻട്രാൻസിറ്റീവ് വെർബ്. ഇനി ഡൈ ട്രാൻസിറ്റീവ് വെർബ്സ് ഹാവ് ടു ഒബ്ജക്ട്സ്. ഡൈ ട്രാൻസിറ്റീവ് വെർബിനകത്ത് നമുക്ക് ഒന്നിൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ആ വെർബിനെ കുറിച്ചിട്ട് കിട്ടും. മോണോ ട്രാൻസിറ്റീവ് ആണെങ്കിൽ അവിടെ ഒരു ഒബ്ജക്റ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഐ ഗേവ് ഹിം സം മണി. ഞാൻ അവന് കുറച്ച് പണം കൊടുത്തു എന്ന് പറയുന്ന സെൻറ്റൻസിനകത്ത് നമുക്ക് എന്താണ് കൊടുത്തത് എന്നുള്ളതിന് ഉത്തരമുണ്ട്. പണമാണ് കൊടുത്തിട്ടുള്ളത്. ആർക്കാണ് കൊടുത്തത് എന്നുള്ളതിനും ഉത്തരമുണ്ട്. പിന്നെ സം മണി, കുറച്ച് പണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ രീതിയിൽ നമുക്ക് ഈ വെർബിനെ കുറിച്ചിട്ട് രണ്ട് ഒബ്ജക്റ്റിൽ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് ഡ്രൈ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. മോണോ ട്രാൻസിറ്റീവ് ആണെങ്കിൽ അതിനകത്ത് ഒരു ഒബ്ജക്റ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അഡ്ജങ്ക്സ്. അഡ്ജങ്ക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രാൻസിറ്റീവ് വെർബിൽ ഒബ്ജക്റ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അവിടെ ഒബ്ജക്റ്റിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോസുകളാണ് ഈ അഡ്ജങ്ക്സ് എന്ന് പറയുന്നത്. വേർഡ്സ് ഓർ ഫ്രേസസ് ദാറ്റ് അക്കമ്പനി ഇൻട്രാൻസിറ്റീവ് വേർഡ്സ് ആൻസറിങ് വേർ, ഹൗ ആൻഡ് വെൻ. എവിടെ, എങ്ങനെ, എപ്പോൾ തുടങ്ങിയ ഡീറ്റെയിൽസ് തരുന്ന ഇൻട്രാൻസിറ്റീവ് വെർബിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളോ ഫ്രേസുകളോ ആണ് അഡ്ജങ്ക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. ഹീ സ്പോക്ക് അൺഈസിലി. അവൻ വളരെ എളുപ്പത്തിൽ സംസാരിച്ചു എന്ന് പറയുമ്പോൾ എളുപ്പത്തിൽ എങ്ങനെ എന്നുള്ളതിന് ഉത്തരം നമുക്ക് കിട്ടി. അവിടെ അഡ്ജങ്ക്റ്റ് ആണ്. അതുപോലെ തന്നെ ഹീ സ്പോക്ക് അറ്റ് ദ സെമിനാർ. അവിടെ എവിടെ വെച്ചിട്ടാണ് സംസാരിച്ചെന്നുള്ള ഒരു ഡീറ്റെയിൽ അവിടെ വരുന്നുണ്ട്. ഹീ സ്പോക്ക് ലാസ്റ്റ് നൈറ്റ്. കഴിഞ്ഞ രാത്രി സംസാരിച്ചു. അപ്പോൾ എപ്പോൾ സംസാരിച്ചു എന്നുള്ള ഒരു ഡീറ്റെയിൽ അവിടെ വരുന്നുണ്ട്. ആ രീതിയിൽ ഇൻട്രാൻസിറ്റീവ് വെർബിൻ്റെ കൂടെ നമ്മൾ എവിടെ, എങ്ങനെ, എപ്പോൾ തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്ന വാക്കുകളോ വാചകങ്ങളോ ആണ് അഡ്ജങ്ക്സ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻവേർഷൻ. റൈറ്റേഴ്സ് ആൾട്ടർ വേർഡ് ഓർഡർ ഫോർ നോവൽറ്റി ആൻഡ് എംഫസിസ്. ഒരു പുതുമയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു കാര്യം ഊന്നി പറയുന്നതിന് വേണ്ടിയിട്ടും വേർഡ് ഓർഡറിനകത്ത് മാറ്റം വരുത്തുന്നതാണ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, സ്ലോലി ഹി വാക്ക്ഡ് ടുവേർഡ്സ് മീ. അവിടെ ഹി സ്ലോലി വാക്ക്ഡ് എന്ന് പറയുന്നതിന് പകരം സ്ലോലി എന്നുള്ളത് ആദ്യം വെച്ചിരിക്കുകയാണ്. പതുക്കെ അവൻ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു, അവൻ എൻ്റെ അടുത്തേക്ക് പതുക്കെ നടന്നു വന്നു എന്നാണ് നമ്മൾ സാധാരണ പറയുക. അപ്പോൾ അവിടെ വേർഡ് ഓർഡറിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടായിരുന്നല്ലോ,
എനിക്ക് അവളെ ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്ക് അവനെ ഇഷ്ടമാണ് എന്ന് പറയുന്നതിന് പകരം ഇഷ്ടമാണ് എനിക്ക് അവനെ അല്ലെങ്കിൽ ഇഷ്ടമാണ് എനിക്ക് അവളെ എന്ന് പറയുമ്പോൾ ഒന്ന് ഊന്നി പറയുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വേർഡ് ഓർഡറിനകത്ത് മാറ്റം വരുത്തും. ഇതിനെയാണ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഫ്രേസൽ വെർബ്സ്. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. വെർബ് പാർട്ടിക്കിൾ കോമ്പിനേഷൻസ് സം ആൾട്ടർ മീനിങ്. അതായത് ഒരു പാർട്ടിക്കിൾ, അതായത് ഓണ്, ഓഫ്, അറ്റ്, ഇന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ആർട്ടിക്കിളും ഒരു വെർബും കൂട്ടിച്ചേർത്തിട്ടുള്ള കോമ്പിനേഷനാണ്. അതിന് പുതിയൊരു അർത്ഥമായിരിക്കും ഉണ്ടായിരിക്കുക. എക്സാമ്പിൾ നമുക്കറിയാം, പുട്ട് ഓൺ, കോൾ ഓഫ്, പുട്ടപ്പ് വിത്ത്, സെറ്റ് ഔട്ട് തുടങ്ങിയിട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറേ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരം ഫ്രേസൽ വെർബ്സ് നമ്മൾ കുറച്ചൊന്നുകൂടി നോക്കി വയ്ക്കണം. നമുക്ക് എക്സാമിന് ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. പാർട്ട് 3 ലിറ്റററി ഡിവൈസസ്. ഇതിൽ ആദ്യം വരുന്നത് കൊളോക്കേഷൻ ആണ്. ഇതും ഫ്രേസൽ വെർബ് പോലെ തന്നെയാണുള്ളത്. അതായത് 2ഓ അതിലധികമോ വാക്കുകൾ കൂടിച്ചേർന്നിട്ട് ഒരുമിച്ച് ഉപയോഗിക്കുന്നതാണ്. ആ വാക്കുകൾ ഒരുമിച്ച് വയ്ക്കുമ്പോൾ അതിന് പുതിയൊരു അർത്ഥം ഉണ്ടാവും. അതാണ് കൊളോക്കേഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ടു മേക്ക് ദ ബെഡ്. ഇവിടെ മേക്ക് ദ ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെഡ് ഉണ്ടാക്കുക എന്നല്ല, ഈ പഞ്ഞി സ്പോഞ്ചൊക്കെ ഇങ്ങനെ ഈ തുന്നി കൂട്ടി വെച്ചിട്ട് ബെഡ് ഉണ്ടാക്കുക എന്നുള്ള അർത്ഥമല്ല അവിടെ വരുന്നത്. മേക്ക് ദ ബെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പൊടിയൊക്കെ തട്ടിയിട്ട് പുതപ്പൊക്കെ ശരിക്കും വിരിക്കുക എന്നുള്ളതാണ് അർത്ഥം. അങ്ങനെ ഒരു പ്രയോഗമാണ്. ആ രീതിയിൽ ഇങ്ങനെ വാക്കുകൾ കൂടിച്ചേരുമ്പോൾ അവയ്ക്ക് പുതിയ അർത്ഥം ഉണ്ടാവുന്ന പ്രയോഗമാണ് കൊളോക്കേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് പേ അറ്റൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എന്നർത്ഥം. അതുപോലെ തന്നെ പേ എ വിസിറ്റ്, ബ്രേക്ക് ദി ഐസ് എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടുപേര് തമ്മിൽ എന്തെങ്കിലും അകൽച്ച ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചുകൊണ്ട് സംസാരിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതായത് ഐസ് പൊട്ടിക്കുക എന്നുള്ള അർത്ഥമല്ല. ആ രീതിയിൽ 2ഓ അതിലധികമോ വാക്കുകൾ കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുള്ള പ്രയോഗങ്ങളാണ്. അവയ്ക്ക് വേറെ അർത്ഥമായിരിക്കും ഉണ്ടായിരിക്കുക. അത്തരം വാക്കുകളാണ് കൊളോക്കേഷനിൽ വരുന്നത്. അടുത്തത് സെൻസ് ഗ്രൂപ്പ്സ്. ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ മീനിങ്. ഒരു സെൻറ്റൻസിനകത്ത് വാക്കുകൾ ഒറ്റയ്ക്കല്ല ഉണ്ടായിരിക്കുക. ചിലപ്പോൾ ചില വാക്കുകൾ ഒരുമിച്ചൊരു ഗ്രൂപ്പായിട്ടുണ്ടായിരിക്കുക. അതാണ് സെൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പോസിങ് വിത്തിൻ എ സെൻറ്റൻസ് അഫക്ട്സ് ഇറ്റ്സ് ഇൻ്റർപ്രിറ്റേഷൻ. അപ്പോൾ നമ്മളിത് ഉച്ചരിക്കുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് വാക്കുകൾ ഒരുമിച്ച് പറഞ്ഞതിന് ശേഷം അവിടെയാണ് പോസ് ചെയ്യേണ്ടത്. അതല്ലാതെ പോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥത്തിനകത്ത് വ്യത്യാസം വരും. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വുമൺ വിത്തൗട്ട് ഹെർ മാൻ, അവിടെ ഒരു സ്ലാഷ് ഉണ്ട്, അവിടെ പോസ് ചെയ്യുന്നതാണ്. ഈസ് എ ബിഗ് സീറോ. അതായത് ഒരു സ്ത്രീ അവളുടെ പുരുഷനില്ലാതെ സീറോ ആണെന്നാണ് അവിടെ അർത്ഥം വരുന്നത്. ഇനി ഇത് വേറെ രീതിയിൽ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റും. വുമൺ അവിടെ പോസ് വന്നു, വിത്തൗട്ട് ഹെർ അവളില്ലാതെ, മാൻ ഈസ് എ ബിഗ് സീറോ. ഇങ്ങനെ പറഞ്ഞ സമയത്ത് സ്ത്രീ അവളില്ലാതെ പുരുഷൻ ഒരു സീറോ ആണെന്നാണ്. പക്ഷെ ആദ്യം പറഞ്ഞ രീതിയിലാണെങ്കിൽ സ്ത്രീ പുരുഷനില്ലാതെ ഒരു സീറോ ആണെന്നാണ്. ഈ രീതിയിൽ ഈ വാക്കുകൾ ഗ്രൂപ്പായിട്ട് മീനിങ് ഉണ്ടായിരിക്കും. അത് കറക്റ്റായിട്ട് പോസ് ചെയ്താലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം കിട്ടുള്ളൂ. അങ്ങനെയുള്ള വാക്കുകളുടെ ഗ്രൂപ്പിനെയാണ് സെൻസ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അടുത്തത് പാരാടാക്സിസ് ആൻഡ് ഹൈപ്പോടാക്സിസ്. പാരാടാക്സിസ് എന്ന് പറയുന്നത് ലിസ്റ്റിംഗ് സെൻറ്റൻസസ് ഓർ ഐഡിയാസ് ഫോർ എ പാരലൽ ഇഫക്റ്റ്. ഒരു ലിസ്റ്റായിട്ട് നമ്മൾ സെൻറ്റൻസുകൾ ഇങ്ങനെ പറയുന്നതാണ്, അല്ലെങ്കിൽ ഐഡിയാസ് പറയുന്നതാണ്. എക്സാമ്പിൾ നമുക്ക് കാണാം. സീസറിൻ്റെ ഒരു ഡയലോഗാണ്. ഐ കെയിം, ഐ സോ, ഐ കോൺക്വേർഡ്. ഞാൻ വന്നു, ഞാൻ കണ്ടു, ഞാൻ കീഴടക്കി. ഇതിൻ്റെ പ്രത്യേകത, ഇതിൽ ഓരോ പാർട്ടും ഒറ്റയ്ക്ക് നിർത്തി കഴിഞ്ഞാലും അതിന് അർത്ഥം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഐ കെയിം എന്ന് പറഞ്ഞാലും ഐ സോ എന്ന് പറഞ്ഞാലും ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ മീനിങ് ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകളാണ്. ഇതാണ് പാരാടാക്സിസിൽ വരുന്നത്. ഇനി ഹൈപ്പോടാക്സിസിനകത്ത് ക്ലോസസ് ലിങ്ക്ഡ് വിത്ത് സബോർഡിനേറ്റിംഗ് കൺജക്ഷൻസ് ലൈക്ക് ഓൾദോ, അൺലെസ്, എക്സെട്ര. ഇതിനകത്ത് ക്ലോസസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഒരു ഭാഗത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ മാത്രമേ അടുത്ത ഭാഗത്തിന് ഫുൾ ആയിട്ടുള്ള മീനിങ് ലഭിക്കുള്ളൂ. എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. വൈൽ ഹീ കുക്ക്ഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഐ സ്ലെപ്റ്റ്. അവൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉറങ്ങി. ഇവിടെ ഞാൻ ഉറങ്ങി എന്ന് പറയുന്നത് ഫുള്ളായിട്ടുള്ള മീനിങ് ഫുൾ ഉള്ളൊരു ഭാഗമാണ്. പക്ഷേ അവൻ എൻ്റെ ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അവൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ടുള്ള മീനിങ് അല്ല. കാരണം ആ സമയത്ത് എന്താണ് ഉണ്ടായെന്നുള്ള കാര്യം ആ സെൻറ്റൻസിൽ പറയുന്നില്ല. അങ്ങനെയുള്ളതിനെയാണ് ക്ലോസ് എന്ന് പറയുന്നത്. അങ്ങനെ ഇങ്ങനെ സബോർഡിനേറ്റിംഗ് ക്ലോസ് ഉപയോഗിക്കുന്നതിനെയാണ് ഹൈപ്പോടാക്സിസ് എന്ന് പറയുന്നത്. അത് ഒരു ഭാഗത്ത് ഫുൾ മീനിങ് ഉള്ള സെൻറ്റൻസും ഒരു ഭാഗത്ത് അതിൻ്റെ കൂടെ നിൽക്കുന്നതായിരിക്കും ഉണ്ടായിരിക്കുക. പാരാടാക്സിസിനകത്ത് ഫുൾ മീനിങ് ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകൾ ഇങ്ങനെ ഒരുമിച്ച് വയ്ക്കുന്നതാണ് അതിൽ വരുന്നത്. ദ പോയറ്റിക്, ഡിനോട്ടേറ്റീവ് ആൻഡ് കൊണോട്ടേറ്റീവ് മീനിങ്.
പോയട്രി ഗോസ് ബിയോണ്ട് ഡിനോട്ടേറ്റീവ് മീനിങ്സ്. ഡിനോട്ടേറ്റീവ് മീനിങ് വെച്ചിട്ടുണ്ടെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ലഭിക്കുന്ന അർത്ഥമാണ്. അതായത് എന്താണോ അതിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അർത്ഥമാണ് ഡിനോട്ടേറ്റീവ് മീനിങ് എന്ന് പറയുന്നത്. കൺവേയിങ് കൊണോട്ടേഷൻസ് ആൻഡ് ഇമോഷൻസ്. ഇനി കൊണോട്ടേറ്റീവ് മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് വാക്കുകളിൽ നിന്ന് ലഭിക്കുന്ന അർത്ഥം മാത്രമായിരിക്കില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വ്യാഖ്യാനിക്കാൻ വേണ്ടി കഴിയും. ഒരു ഉദാഹരണം നോക്കാം. ഐ ഹാവ് ടു ഗോ മൈൽസ് ബിഫോർ ഐ സ്ലീപ്പ്. നമ്മൾ കേട്ടിട്ടുള്ള ഒരു കോട്ടാണ്. ഇവിടെ പറയുന്നത് എനിക്ക് ഉറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ദൂരം സഞ്ചരിക്കണം എന്നാണ്. ഇതിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ്, അയാൾക്ക് കുറേ ദൂരം സഞ്ചരിക്കാണ്ട് എന്നുള്ളത് മാത്രമാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ അതിൻ്റെ കൊണോട്ടേറ്റീവ് മീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്, എന്നിട്ടാണ് അയാൾക്ക് വിശ്രമിക്കാൻ കഴിയുള്ളൂ എന്നാണ് വരുന്നത്. ഈ രീതിയിൽ അക്ഷരാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ് ഡിനോട്ടേറ്റീവ് മീനിങ്. പക്ഷെ നമ്മൾ അതിൻ്റെ ഇമോഷൻസ് കൂടി കൺവേ ചെയ്യുന്നതാണ് കൊണോട്ടേറ്റീവ് മീനിങ്ങിനകത്ത് വരുന്നത്. അടുത്തത് ലിറ്റററി ഡിവൈസസ് ഇൻ പോയട്രി. കുറേയൊക്കെ നമുക്ക് അറിയുന്നതായിരിക്കും. ഈ സിമിലി മെറ്റഫോറൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് നോക്കാം. ആദ്യത്തത് കമ്പാരിസൺ. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം രണ്ട് കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നതാണ്. എൻറിച്ചിങ് മീനിങ് ത്രൂ കമ്പാരിസൺസ്. എക്സാമ്പിൾ, മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ്. എൻ്റെ സ്നേഹം ഒരു ചുവന്ന റോസാപ്പൂ പോലെയാണ്. അവിടെ കമ്പയർ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഇമേജറി. യൂസ് ഓഫ് ഇമേജസ് ടു ഇവോക്ക് ഇമോഷൻസ്. ഇമേജറി നമുക്കറിയാം പലതരത്തിലുണ്ട്. അത് വിഷ്വൽ ഇമേജ് ഉണ്ട്, ഓഡിറ്ററി ഇമേജ് ഉണ്ട്. അങ്ങനെ നമുക്ക് മനസ്സിൽ വാക്കുകൾ കൊണ്ടൊരു ചിത്രം നൽകുന്നതാണ് ഇമേജറി എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഐ വാണ്ടഡ് ലോൺലി ആസ് എ ക്ലൗഡ്. ഒറ്റയ്ക്ക് പോകുന്നൊരു മേഘം പോലെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നടന്നു. ആ വരി പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു മേഘം അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നൊരു ചിത്രം നമുക്ക് ലഭിക്കും. അങ്ങനെ ഈ വാക്കുകൾ കൊണ്ട് നമുക്ക് ഇമേജസ് നൽകുന്നതാണ് ഇമേജറി എന്ന് പറയുന്നത്. മെറ്റഫർ, സിമിലി. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ കേൾക്കുന്നതാണ്. മെറ്റഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വേറ്റിംഗ് ടു തിങ്സ് വിത്തൗട്ട് യൂസിങ് ആസ് ഓർ ലൈക്ക്. ആസ്, ലൈക്ക്, അതായത് അതുപോലെ എന്നുള്ള ഒരു അർത്ഥമില്ലാതെ രണ്ട് കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതാണ് മെറ്റഫറിൽ വരുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഹിസ് ഹൗസ് ഈസ് എ പാലസ്. അവൻ്റെ വീട് ഒരു കൊട്ടാരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെറ്റഫറാണ്. ഇനി സിമിലിക്കകത്ത് കമ്പാരിസൺ യൂസിങ് ആസ് ഓർ ലൈക്ക്. സിമിലിക്കകത്ത് നമ്മൾ ആസ് അല്ലെങ്കിൽ ലൈക്ക് ഉപയോഗിക്കും. ഉദാഹരണത്തിന്, ഹിസ് ഹൗസ് ഈസ് ലൈക്ക് എ പാലസ്. അവൻ്റെ വീടൊരു കൊട്ടാരം പോലെയാണ് എന്ന് പറയുന്ന സമയത്ത് അത് സിമിലിയാണ്. എന്നാൽ അവൻ്റെ വീട് കൊട്ടാരമാണ് എന്ന് പറയുന്നതാണ് മെറ്റഫറായിട്ട് വരുന്നത്. അടുത്തത് പേഴ്സോണിഫിക്കേഷൻ. ഇതും നമ്മൾക്ക് പരിചിതമായിട്ടുള്ള ഒന്നാണ്. ആട്രിബ്യൂട്ടിംഗ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു നോൺ ഹ്യൂമൻ എൻറ്റൈറ്റീസ്. അതായത് മനുഷ്യരുടെ ഗുണങ്ങൾ മനുഷ്യരല്ലാത്ത കാര്യങ്ങൾക്ക് കൊടുക്കുന്നതാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ദ ഫ്ലവേഴ്സ് ഡാൻസ്ഡ് ഇൻ ദ വിൻഡ്. പൂക്കൾ കാറ്റിൽ നൃത്തം ചെയ്തു. നമുക്കറിയാം പൂക്കൾക്ക് നൃത്തം ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്, കാറ്റിൽ ആടുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ നൃത്തം ചെയ്തു എന്ന് പറയുമ്പോൾ അതെന്താണ്, മനുഷ്യരുടെ ഒരു ഗുണം അവിടെ പൂവിന് കൊടുത്തിരിക്കുന്നു. അതാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഹൈപ്പർബോൾ, എക്സാജറേഷൻ ഫോർ എംഫസിസ്. ഹൈപ്പർബോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാജറേറ്റ്, കാര്യങ്ങൾ വലുതാക്കി പറയുക, കൂട്ടി പറയുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. എക്സാമ്പിൾ, ബ്രൈറ്റ് ലൈക്ക് എ സൺ. സൂര്യനെ പോലെ തിളങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സൂര്യനെ പോലെ ഒന്നും ഒരു കാര്യത്തിനും തിളങ്ങാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ അതെന്താണ്, അത് നന്നായി തിളങ്ങുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതാണ്. അതുപോലെ തന്നെ മാർസ് ക്രൈഡ് ഔട്ട് ആസ് ലൗഡ്ലി ആസ് 9 or 10,000 men. ഇവിടെ 9 or 10,000 ആളുകളുടെ അത്ര ഉച്ചത്തിൽ അവന് കരഞ്ഞു എന്നാണ് പറയുന്നത്. നമുക്കറിയാം അത്രയും ശബ്ദം ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന്. പക്ഷെ അവിടെ ആ ഒരു ഇമോഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതാണ്. അത്തരത്തിലുള്ള പ്രയോഗങ്ങളാണ് ഹൈപ്പർബോൾ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് പോയറ്റിക് എലിമെൻറ്റ്സ്, റിതം ആൻഡ് മീറ്റർ. നമ്മൾ മലയാള കവിതയിൽ ഈ വൃത്തം, താളം എന്നൊക്കെ പറയുന്ന സംവിധാനമാണ് ഇംഗ്ലീഷിൽ റിതം, മീറ്റർ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഈസ് എ സ്ട്രെസ്ഡ് ടൈംഡ് ലാംഗ്വേജ്. റിതം ക്രിയേറ്റഡ് ബൈ സ്ട്രെസ്ഡ് ആൻഡ് അൺസ്ട്രെസ്ഡ് സിലബിൾസ്. ഇതിൻ്റെ ബേസിക് ആയിട്ട് വരുന്നത് സിലബിൾസ് ആണ്. സിലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വാക്ക് ഉച്ചരിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഒരു ശബ്ദമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ പാലസ് എന്ന് പറയുന്ന സമയത്ത് PA എന്നുള്ള 2 അക്ഷരങ്ങൾ ഉണ്ടെങ്കിലും അവിടെ ഒരു ശബ്ദമേ ഉള്ളൂ. ഇപ്പോൾ പാലസ് എന്ന് പറയുന്ന സമയത്ത് പേ എന്നുള്ള ഒരൊറ്റ ശബ്ദമേ നമുക്ക് അവിടെ ലഭിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ LA എന്നുള്ള
2 അക്ഷരങ്ങളുണ്ടെങ്കിലും നമുക്ക് ശബ്ദം ഒരെണ്ണേ ഉള്ളൂ. അവിടെ ഈ പാലസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അങ്ങനെ 3 ശബ്ദങ്ങളാണ് ലഭിക്കുന്നത്. അക്ഷരങ്ങൾ എണ്ണിക്കുന്നുണ്ടെങ്കിൽ കുറേ അക്ഷരങ്ങൾ ഉണ്ടായിരിക്കും. ഈ രീതിയിൽ ഓരോ ശബ്ദത്തിനെയാണ് ഓരോ സിലബിൾ എന്ന് പറയുന്നത്. ഇനി ഒരു വാക്കിനകത്ത് ചില ശബ്ദങ്ങൾ നമ്മൾ സ്ട്രെസ് ചെയ്തിട്ട് ഉച്ചരിക്കും, ചില ശബ്ദങ്ങൾ നമ്മൾ സ്ട്രെസ് ചെയ്യാതെ ഉച്ചരിക്കും. ഇതാണ് ഈ മീറ്ററിൻ്റെ അടിസ്ഥാനമായിട്ട് വരുന്നത്. ഒരു ഫൂട്ട് എന്ന് പറയുന്നത് എ യൂണിറ്റ് ഓഫ് 1 സ്ട്രെസ്ഡ് ആൻഡ് അൺസ്ട്രെസ്ഡ് സിലബിൾ ആണ്. അപ്പോൾ ഒരു വാക്കിനകത്ത് ഒരു സിലബിൾ നമ്മൾ സ്ട്രെസ് ചെയ്തിട്ടും ഒരെണ്ണം സ്ട്രെസ് ചെയ്യാതെ ഉപയോഗിക്കുന്നതാണ് ഒരു ഫൂട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ എത്ര ഫൂട്ട് വരുന്നുണ്ട് എന്നതാണ് മീറ്ററിൻ്റെ അടിസ്ഥാനമായിട്ട് വരുന്നത്. മീറ്റർ ഈസ് ദ മെഷർ ഓഫ് ദ നമ്പർ ഓഫ് ഫീറ്റ് ഇൻ എ ലൈൻ. ഇപ്പോൾ ഉദാഹരണത്തിന് 1 ഫൂട്ടാണെങ്കിൽ നമ്മളതിനെ മോണോമീറ്റർ എന്നും, 2 ആണെങ്കിൽ ഡൈമീറ്റർ എന്നും, പിന്നെ ട്രൈമീറ്ററും എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് ഇംഗ്ലീഷിൽ വരുന്നത് പെൻറ്റാമീറ്റർ ആണ്. 5 ഫൂട്ട് വരുന്നതാണ് ഇയാംബിക് പെൻറ്റാമീറ്റർ എന്നാണ് നമ്മൾ ആ ഒരു താളത്തിനെ പറയുന്നത്. ഇനി ഈ മൊഡ്യൂളിൽ നമുക്ക് ലാസ്റ്റ് ആയിട്ട് വരുന്നത് പങ്ക്ച്വേഷൻ ആണ്. അതിൽ ആദ്യം പറയുന്നത് എൻഡ് സ്റ്റോപ്പ്ഡ് ലൈൻ. ദി ഐഡിയ ഈസ് കംപ്ലീറ്റ് ഇൻ എ ലൈൻ. ഒരു കവിതയ്ക്കകത്ത് ഒരു വരിയിൽ ഒരു ആശയം പൂർണ്ണമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിനെയാണ് എൻഡ് സ്റ്റോപ്പ്ഡ് ലൈൻ എന്ന് പറയുന്നത്. അടുത്തത് എൻജാംമെൻറ്റ് ഇൻഡിക്കേറ്റ്സ് എ കണ്ടിന്യൂഷൻ ഓഫ് ദ ഐഡിയ. നമുക്കറിയാം കവിതയിൽ ചിലപ്പോൾ ഒരു കാര്യം ഒരു വരിയിൽ പറഞ്ഞു തീരില്ല, അടുത്ത വരിയിൽ അതിൻ്റെ തുടർച്ച തന്നെയാണ് പറയുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എൻജാംമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി സെയ്സുറ റെപ്രസെൻറ്റ്സ് എ പോസ് വിത്തിൻ എ ലൈൻ. നമ്മൾ കവിത ഉച്ചരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വായിക്കുന്ന സമയത്ത് ഒരു വരിയുടെ ഇടയിൽ തന്നെ പോസ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഈ സെയ്സുറ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ മൊഡ്യൂളിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.